നമ്മുടെ കല്യങ്കാട്ട് നീലിയും ട്രാൻസ്ഫോമേഴ്സിലെ ബംബിൾ ബിയും പിന്നെ ഇതാ സ്പൈഡർമാനും. വെള്ളത്തിലും കരയിലും ഒരുപോലെ ഓടിക്കാൻ പറ്റുന്ന ഈ വണ്ടിയും. മുകളിലേക്ക് നോക്കിയാലോ വലിയ ഡ്രാഗനും. ഇത് ഏതാ സ്ഥലമെന്ന് മനസ്സിലായോ? കേരളത്തിൽ നിന്ന് പാക്കേജ് എടുത്തു പോകുന്ന ഒട്ടുമിക്ക മലയാളികളും മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണിത്. 13 സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്ത് 25,000 30 കൊടുത്ത് ഒരു ഫെഡറൽ ടെറിട്ടറി മാത്രം കണ്ടുവന്നാൽ മതിയോ? നിങ്ങൾ ഈ രാജ്യത്തേക്ക് പാക്കേജ് എടുത്ത് വരികയാണെങ്കിൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഈ സ്ഥലം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. യുനെസ്കോ ലോക പൈതൃക നഗരത്തിൽ ഇടം പിടിച്ച ഈ സ്ഥലം 15-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ട്രേഡ് ഹബ്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും എന്തിന് ബ്രിട്ടീഷുകാർ വരെ കീഴടക്കി ഭരിച്ച നാട്. കാടുകളെ മാത്രം ആരാധിച്ചിരുന്ന ഈ നാട്ടിലേക്ക് എല്ലാ മതങ്ങളും കടന്നുകൂടിയത് ഈ ഒരു നഗരത്തിലൂടെയാണ്. നോട്ട് ബുക്ക് കവർ പേജുകളിൽ കാണുന്ന കടലിന് മുകളിലുള്ള ഈ പള്ളി ടൂറിസ്റ്റുകളായ എല്ലാ മതക്കാർക്കും പ്രവേശിക്കാവുന്നതും അകത്ത് നിന്ന് പുറത്തേക്ക് നോക്കിയാൽ ചരക്ക് കപ്പലുകൾ പോകുന്നത് കാണാം. അതെ, ലോകത്തിലെ പ്രധാന ചരക്ക് റൂട്ട് സ്ഥിതി ചെയ്യുന്ന കടലിടുക്കാണിത്. നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ മീ താരിഖ് ഒരിക്കലും മിസ് ചെയ്യരുത്. ചൈനക്കാരായ ഹുയ് വംശജരുടെ ഐക്കോണിക് ഡിഷ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയും കോഴിക്കോട് കനോലി കനാലും യഥാർത്ഥ ടൂറിസത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന വലിയ മാതൃക. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സൈൻ ബോർഡുകൾ ജാവി സ്ക്രിപ്റ്റിൽ ഇവിടെ എഴുതിയത് കാണാം. സെൽഫ് ചെക്കിനും ചെക്കൗട്ടുമുള്ള സിറ്റി വ്യൂവോട് കൂടിയ ഈ മുറിക്ക് ഞങ്ങൾ നൽകിയത് ഒരാൾക്ക് 400 രൂപ മാത്രമാണ്. അതും ഫ്രീ ഇൻഫിനിറ്റി പൂളോട് കൂടിയത്. നിങ്ങൾ ഫാമിലിയായി ഇന്റർനാഷണൽ ട്രിപ്പ് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിന് പാക്കേജ് ഒന്നുമില്ലാതെ പോയി വരാവുന്ന അടിപൊളി രാജ്യമാണിത്. അപ്പോൾ ഈ സ്ഥലം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മലേഷ്യയുടെ ഫുൾ ഐറ്റിനറി കിട്ടാൻ എന്നെ ഫോളോ ചെയ്ത മലേഷ്യ എന്ന് കമന്റ് ചെയ്താൽ മതി.